ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റേഷൻ വിതരണം 5-ാം തീയതി പുനരാരംഭിക്കും. അതായത് ഇന്ന് ഞായറാഴ്ച, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും റേഷൻ കട ഉണ്ടാവില്ല. അതിനുശേഷം സാധാരണ റേഷൻ വിതരണം ആരംഭിക്കും. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ പോസ്റ്റ് മെഷീനിൽ ബയോമെട്രിക് സംവിധാനം, ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് നമുക്ക് റേഷൻ വാങ്ങാനുള്ള സംവിധാനം പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഇനി ഉള്ളൊരു മെച്ചം എന്താ വെച്ചാൽ നമുക്ക് മൊബൈൽ കൊണ്ട് റേഷൻ വാങ്ങാൻ പോവേണ്ടതില്ല. അതാണ് ഒരു ഉപകാരം. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ച് മൊബൈൽ OTP വന്ന് വെരിഫൈ ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയിരുന്നു. കാരണം ആദ്യം കൊടുത്ത നമ്പർ അവരുടെ കയ്യിലില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയില്ല. ഈ മാസം മുതൽ മെയ് മാസം 5-ാം തീയതിയോട് കൂടിയിട്ടുള്ള റേഷൻ വിതരണം, സാധാരണ ഗതിയിലുള്ള റേഷൻ വിതരണമാണ്. ഈ ലോക്ക്ഡൗൺ മൂലമുള്ള ഒരു ആനുകൂല്യവും ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. പിന്നെ BPL കാർഡുകാർക്ക് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ഒരാൾക്ക് 5 കിലോ അരി, അത് ഈ മാസവും കിട്ടും. കഴിഞ്ഞ മാസം കിട്ടിയതുപോലെ തന്നെ ഈ മാസവും കിട്ടും. പക്ഷേ APLകാർക്ക് സാധാരണ കിട്ടുന്ന അരി, ഈ ലോക്ക്ഡൗണിൻ്റെ മുമ്പ് കിട്ടിയിരുന്ന അരി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വെള്ള കാർഡുകാർക്ക് അരിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതിൽ വല്ല മാറ്റങ്ങളും ഉണ്ടായാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല മാറ്റങ്ങളും ഉണ്ടായാൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കും. കിട്ടിയ വിവരം മാർച്ച് മാസത്തിൽ നമുക്ക് കിട്ടിയ അതേപോലെ ആയിരിക്കും നമുക്ക് സാധനങ്ങൾ കിട്ടുക. അതിനോടൊപ്പം BPL കാർഡുകാർക്ക് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ഒരാൾക്ക് 5 കിലോ അരി വെച്ചിട്ട് അതും കിട്ടും. അങ്ങനെയാണ് ഈ മാസം സാധനങ്ങൾ കിട്ടുന്നത്. മറ്റേത് പിന്നെ നമ്മളെ സൗജന്യ കിറ്റിൻ്റെ കാര്യമാണ്. അത് 7-ാം തീയതി വരെ BPL കാർഡുകാർക്ക് വിതരണം ചെയ്ത് അത് പൂർത്തിയാക്കും. എല്ലാവരും പോയി വാങ്ങേണ്ടതായിരിക്കും. അതിനുശേഷം 2 ആഴ്ച വൈകും മറ്റ് APL കാർഡുകാർക്കുള്ള കിറ്റ് വിതരണത്തിന്. അത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സത്യവാങ്മൂലം നൽകിയിട്ട് കിറ്റിന് അപേക്ഷിച്ച ആളുകളുണ്ട്. നമ്മുടെ സ്വന്തം റേഷൻ കടയിൻ്റെ പരിധിയിലല്ലാത്ത ആളുകൾ, അവരുടെ കിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകും. കാരണം മറ്റുള്ള കിറ്റുകളെല്ലാം വിതരണം ചെയ്തതിന് ശേഷമായിരിക്കും ആ കിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. നന്നായിട്ട് വൈകുന്നുണ്ട് എല്ലാം. വിഷുവിൻ്റെ മുമ്പ് എല്ലാം കൊടുത്തു തീർക്കുമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. ഈ ഏപ്രിൽ മാസത്തിൽ എല്ലാം കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും നടന്നില്ല. സാധനങ്ങളുടെ ലഭ്യതക്കുറവാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ആയിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഇന്നത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൾ ഇത്രയാണ്. അപ്പോൾ നാളെയും മറ്റന്നാളും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും റേഷൻ വിതരണം ഉണ്ടാവില്ല. ശേഷം 5-ാം തീയതി ആയിരിക്കും റേഷൻ വിതരണം പുനരാരംഭിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ പോസ്റ്റ് മെഷീനിൽ ബയോമെട്രിക് സംവിധാനം, ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് നമുക്ക് റേഷൻ വാങ്ങാനുള്ള സംവിധാനം പുനരാരംഭിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കൂടുതലൊന്നും പറയാനില്ല. എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.